ഹല്ലേലൂയ. ഒന്നോ രണ്ടോ വാക്ക് അന്യഭാഷ പറയുകയല്ല, നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇതാ ഇന്ന് പറഞ്ഞത്, എൻ്റെ ജനത്തോട് എത്ര സമയം നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾ സമയം വേർതിരിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുൻപിൽ മാലകൾ നീങ്ങുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ മുൻപിൽ അസാധ്യമെന്ന് പറഞ്ഞ പലതും മാറുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ മുൻപിൽ മനുഷ്യരാൽ നടക്കാത്തത് ഒരിക്കലും നടക്കത്തില്ലെന്ന് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ പലതും നിങ്ങളുടെ മുൻപിൽ നടപ്പാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അവർ എൻ്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കും. എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. ഭൂതത്തെ പുറത്താക്കുന്നത് അധികാരമെങ്കിൽ, രോഗിയെ സൗഖ്യമാക്കുന്ന അധികാരമെങ്കിൽ, പുതിയ ഭാഷയിൽ സംസാരിക്കുന്നതും അധികാരം തന്നെയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ഒന്ന് ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വിടുതലിന്റെ നിമിഷങ്ങളാണ് നിമിഷങ്ങൾ. നിങ്ങൾ എത്രത്തോളം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് ഒരു വാക്യം ഉണ്ടെങ്കിലും അത് അധികാരത്തെ തുറന്നു വിടണം. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു പൈശാചിക ലോകമുണ്ട്, നിങ്ങളെ എതിർക്കുന്ന, മുൻപിലോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന, നിങ്ങളെ പുറകിലേക്ക് പിടിച്ചു വലിക്കാൻ നോക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നിങ്ങളുടെ ചുറ്റുമുണ്ട്. എന്നാൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫ്ലൈ ഓവറിൽ കൂടി എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? കർത്താവ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് കർത്താവ് നിന്നെ എത്തിച്ചിരിക്കും.